Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള അൽഫാം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അത് നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായി ഞാനിപ്പോൾ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വലിയ നമ്മൾ 4 കഷ്ണാക്കി എടുക്കില്ലേ, അൽഫാമിൻ്റെ ഒരു പാകത്തിന് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായി വരഞ്ഞു കൊടുത്താൽ മാത്രമേ നമ്മുടെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു പുളിക്കും കൂടി വേണ്ടിയിട്ടാണ്. പുളിക്കായിട്ട് നമ്മൾ നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തൈരൊക്കെ നമ്മുടെ ചിക്കനിൽ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഫുൾ ചിക്കൻ കൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കുക്കർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി നോക്കിയേക്കണേ. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും നന്നായി തൈര് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തൈരൊക്കെ ഒന്ന് അതിൽ പിടിച്ച് വരാൻ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു മീഡിയം സൈസുള്ള സവോളയും അതുപോലെ ഒരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ തൈര് അധികം പുളിയില്ലാത്തതായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ സവാളയും തക്കാളിയും കൂടി മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു 4-5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഈ പേസ്റ്റും കൂടി നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുമ്പോൾ ശരിക്കും നമുക്ക് അൽഫാമിൻ്റെ മണം കിട്ടി തുടങ്ങും. ഇനി ഇത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പേസ്റ്റ് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പൊടികളൊക്കെ നമ്മുടെ ചിക്കനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒരു ലൈക്കും അടിച്ചേക്കണേ. ഇതപ്പോൾ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിനിമം 6 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ഇത് എടുക്കുന്നുള്ളൂ. ഞാൻ കനൽ റെഡിയാക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ചുമ്മാ കണ്ടപ്പോൾ ഒരു രസം തോന്നി, അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടത്. ഇതപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു 7 മണിക്കൂറായിട്ട് നല്ല മസാലയിൽ കുളിച്ചിരിക്കുകയാണ്. നന്നായി പിടിച്ചിട്ടുണ്ടാവും. വീശി അവസാനം നമ്മുടെ കനലൊക്കെ അവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ഇത് ചൂടാം. ഞാൻ ഈ ഒരു ഗ്രില്ലിൽ വെച്ചിട്ടാണ് ഇത് ചുടുന്നത്. അപ്പോൾ 2 ഗ്രില്ലുണ്ട്. അത് ഒന്ന് കമ്പി വെച്ച് കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 പീസേ വെച്ചിട്ടുള്ളൂ. ബാക്കി 2 പീസ് നമുക്ക് ഇതിന് ശേഷം റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഞാൻ വിചാരിച്ചത് കുറേ ടൈം എടുക്കുന്നതാണ്. ഞങ്ങൾ 3/4 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ കനൽ നല്ല ചൂടുള്ള കാരണം ഒരു 20 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. അപ്പോൾ കുറച്ച് കുറവ് ചൂടിൽ കുറച്ച് ടൈം ഇങ്ങനെ മറിച്ചും തിരിച്ചുവിട്ട് റെഡിയാക്കി എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ ചെറുതായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മയണൈസും കൂട്ടി കഴിക്കാം. മയണൈസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ പോയി നോക്കിയേക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.